ലോപാഖ്യാനം. ദുഃഖങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദുഃഖം ദാരിദ്ര്യ ദുഃഖമാണ്. അങ്ങേയറ്റം ദാരിദ്ര്യ ദുഃഖമുണ്ടായിട്ടു സുദാമാവിൻ്റെ മനസ്സിൽ പ്രശാന്തി ഉണ്ടായിരുന്നു. മറ്റു ദുഃഖങ്ങളൊക്കെ അത്ര കഠിനമല്ല. ഉടുക്കാൻ വസ്ത്രമില്ല എന്നതും ദുഃഖം തന്നെയാണ്. സുദാമാവ് അഥവാ കുചേലൻ തൻ്റെ ദുഃഖങ്ങളൊന്നും ആരോടും പറയാറില്ല. അതങ്ങനെ അദ്ദേഹത്തിന് സാധിച്ചു. ഗുരുകുലത്തിൽ നിന്ന് പഠിച്ചതാണ് ഇത്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും അത് ഗുരുവിൻ്റെ അനുഗ്രഹം തന്നെയാണെന്ന്. സുദാമാചരിതം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഭാഗവതത്തിൽ അതിൻ്റെ സൂക്ഷ്മതത്വം പറയുന്നുണ്ട്. എപ്പോൾ നമുക്ക് ദാരിദ്ര്യ ദുഃഖം വരുന്നുവോ അപ്പോൾ നമ്മൾ പരാതിക്കാരാകും, ദുഃഖം പറയുന്നവരാകും. കുചേലൻ തൻ്റെ ദുഃഖം ആരോടും പറഞ്ഞില്ല. ഇന്ദ്രിയങ്ങൾ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. അവ അദ്ദേഹത്തോട് ദാരിദ്ര്യത്തിൻ്റെ പരാതി പറഞ്ഞില്ല. അദ്ദേഹം ജീവിതത്തിൻ്റെ പരമാർത്ഥം ശരിക്കും മനസ്സിലാക്കി. ദുഃഖം ഇരിക്കുന്നത് മനസ്സിലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഏത് ദുഃഖത്തെയും അതിവർത്തിക്കാൻ കഴിയുമെന്ന് കുചേലൻ മനസ്സിലാക്കി. ഭർത്താവിനെ അങ്ങേയറ്റം ആദരിച്ചിരുന്ന ഒരു പത്നിയായിരുന്നു സുശീല. അവർ ഒരിക്കലും ദുഃഖം പറഞ്ഞ് ഭർത്താവിനെ വിഷമിപ്പിച്ചിട്ടില്ല. കടുത്ത ദാരിദ്ര്യവും തൻ്റെ ഭർത്താവിനെ പ്രകോപിച്ചിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. തൻ്റെ ഭർത്താവ് ഉയർന്ന തലങ്ങളിലേക്കൊന്നും താൻ ഉയർന്നിട്ടില്ലെന്ന് അവർക്കറിയാമായിരുന്നു. കുചേലൻ്റെ സകല കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചു കഴിയുകയാണ്. കഠിനമായ ദാരിദ്ര്യ ദുഃഖം സഹിക്കാനാവാതെ കുചേല പത്നി ഒരു ദിവസം ഭർത്താവിനോട് പറഞ്ഞു, സകല ഗുണസമ്പന്നനും സർവൈക സമ്മതനും സർവജ്ഞനുമായ കാന്ത, അങ്ങ് എൻ്റെ വാക്കുകൾ കേൾക്കണം. ധനവും ധാന്യവുമില്ലാതെ കഷ്ടപ്പെടുന്ന നമുക്ക് ധനവാന്മാരായ ബന്ധുക്കളില്ല. നമ്മളെ സഹായിക്കാനും ആരുമില്ല. അങ്ങയുടെ പുത്രന്മാരും ഞാനും ഭക്ഷണം കഴിക്കാതെ വിശന്നിരിക്കുകയാണെന്ന് അങ്ങേക്കറിയാമല്ലോ. കൈകാലുകൾ തളരുന്നു. വിശപ്പ് കൊണ്ട് നിൽക്കാൻ പോലും ആവതില്ലാതായിരിക്കുന്നു. വിശന്നു കരയുന്ന കുട്ടികളെ കണ്ട് എൻ്റെ മനസ്സ് ഉരുകുകയാണ്. പ്രഭു, സ്ത്രീകളെല്ലാം നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ആഗ്രഹിക്കുന്നവരാണല്ലോ. എന്നാൽ എനിക്ക് അതിലൊന്നും ഒരാഗ്രഹവുമില്ല. ദിവസം ഒരു നേരമെങ്കിലും കഴിക്കാൻ ഭക്ഷണം കിട്ടിയാൽ മതി. അങ്ങ് വിചാരിച്ചാൽ അത് സാധിക്കാവുന്നതേ ഉള്ളൂ. ദുഷ്ടന്മാരെ നിഗ്രഹിക്കുകയും ഭജിക്കുന്നവർക്ക് അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ലക്ഷ്മീപതിയായ ചെന്താമരാക്ഷൻ കൃഷ്ണൻ അങ്ങയുടെ സഹപാഠിയല്ലേ? അദ്ദേഹം ദ്വാരകയിൽ സുഖമായി വാഴുന്നുണ്ടല്ലോ. ആവശ്യപ്പെടുന്നവർക്ക് ജീവൻ തന്നെ നൽകുന്ന ആ ഭഗവാനെ ചിന്തിച്ചല്ലേ അങ്ങ് കഴിയുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ ആത്മസുഹൃത്തായിട്ടിരിക്കുമ്പോൾ അങ്ങേക്ക് എന്താണ് അസാധ്യമായിട്ടുള്ളത്? അങ്ങേക്ക് വേണ്ടിയല്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും വേണ്ടി ആ ദ്വാരകാനാഥനെ ഒന്ന് പോയി കണ്ടുകൂടെ? യാചിക്കാൻ വേണ്ടിയല്ല, കണ്ടാൽ തന്നെ ഭഗവാൻ എല്ലാം കൊടുക്കും. അപ്പോൾ പിന്നെ അർത്ഥകാമികളായിട്ടുള്ളവർക്ക് തരാതിരിക്കുമോ? ഇടയ്ക്കിടെ ഭർത്താവിനെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു സുശീല. ഏതായാലും ഭാര്യയോടുള്ള ആദരവ് കൊണ്ട് ഈ കാര്യം അദ്ദേഹം സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, സത്യമാണ്. എനിക്ക് ധനത്തിന് ആഗ്രഹമില്ലെങ്കിലും നിന്റെ വാക്കുകൾ ഞാൻ തള്ളിക്കളയുന്നില്ല. ഞാൻ ഭഗവാൻ കൃഷ്ണനെ പോയി കാണാം. എന്നാൽ ഒരു കാര്യമുണ്ട്, വളരെ കാലത്തിന് ശേഷം കാണാൻ പോകുന്ന സുഹൃത്തിന് സന്തോഷത്തിനായി എന്തെങ്കിലും സമ്മാനം കൊണ്ടുപോകേണ്ടതല്ലേ? ഒന്നുമില്ലാതെ കൈയും വീശി ചെല്ലുന്നത് ശരിയാണോ? അതുകൊണ്ട് നീ എന്തെങ്കിലും കാഴ്ചദ്രവ്യം തരികയാണെങ്കിൽ അതും കൊണ്ട് ഞാൻ പോകാം. അത് കേട്ട് കുചേല പത്നി അടുത്ത വീടുകളിൽ പോയി ഭിക്ഷയാചിച്ച് കിട്ടിയ കുറച്ച് നെല്ല് ഇടിച്ച് അവലുണ്ടാക്കി. ആ അവൽ ഒരു കീറത്തുണിയിൽ പൊതിഞ്ഞ് ഭഗവാന് കൊടുക്കാൻ വേണ്ടി ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു. കുചേലൻ അവലും കൊണ്ട് ഭഗവാനെ കാണാൻ പുറപ്പെട്ടു. ദ്വാരകയിലേക്ക് നടക്കുമ്പോൾ കുചേലൻ ചിന്തിക്കുന്നത് ഒരുമിച്ച് ഗുരുകുലത്തിൽ വളർന്ന കൃഷ്ണനെ കുറിച്ചായിരുന്നു. കൃഷ്ണൻ എന്നെ തിരിച്ചറിയുമോ, ആലിംഗനം ചെയ്യുമോ? ഇതൊക്കെ ചിന്തിച്ച് അദ്ദേഹം ദ്വാരകയിലെത്തിയത് അറിഞ്ഞില്ല. മാളിക മുകളിൽ ഇരുന്നു തന്നെ കൃഷ്ണൻ തൻ്റെ സതീർത്ഥ്യനെ കണ്ടു. അദ്ദേഹം ഓടിയിറങ്ങി വന്ന് സുദാമാവിൻ്റെ മുൻപിലെത്തിയപ്പോൾ ഒരു നിമിഷം നിന്നുപോയി. താൻ മനസ്സിലാക്കിയിരിക്കുന്ന സുദാമാവ് എത്രയോ പരമസത്യത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. ആ സുദാമാവിനെ ആലിംഗനം ചെയ്തുകൊണ്ട് ഭഗവാൻ സുഹൃത്തിൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി പാദങ്ങൾ കഴുകി തീർത്ഥം ശിരസിൽ തളിച്ചു. കൂട്ടുകാരനെ തൻ്റെ സപ്രമഞ്ച കട്ടിലിൽ ഇരുത്തി
രുക്മിണിയും തോഴിമാരും ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും വീശി. കൊട്ടാരത്തിലെ ജനങ്ങളൊക്കെ ചിന്തിക്കുകയാണ്, ഭഗവാന്റെ ഇത്തരം ആദരവ് കിട്ടാൻ അദ്ദേഹം എന്ത് പുണ്യമാണാവോ ചെയ്തിട്ടുള്ളത്. കണ്ടാൽ തന്നെ നാണിക്കുന്ന വിധത്തിലുള്ള മാലിന്യമായ വസ്ത്രങ്ങൾ ധരിച്ച് കറുത്ത് മെലിഞ്ഞ് വിരൂപനെ പോലെ തോന്നുന്ന ഇയാളോട് ഭഗവാന് ഇത്ര വാത്സല്യമുണ്ടാവണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യത്തിന് പാത്രമായ ഇയാൾ ഭഗവാന്റെ ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും ഭാഗ്യവാനായിരിക്കണം. ഭഗവാൻ കുചേലന്റെ കയ്യിൽ പിടിച്ച് കുശലം ചോദിക്കാൻ തുടങ്ങി. ഗുരുകുലത്തിൽ നിന്ന് പോന്നതിന് ശേഷം നമ്മൾ ഇതുവരെ കണ്ടതേയില്ലല്ലോ. ഗുരു വിറക് കൊണ്ടുവരാൻ പറഞ്ഞാൽ ഗുരുപത്നിയുടെ വാക്കും കേട്ട് കാട്ടിൽ പോയി നമ്മൾ ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് രാത്രിയായപ്പോൾ തണുത്തു വിറച്ച് കൈകൾ കൂട്ടിപ്പിടിച്ചിരുന്നത് ഓർമ്മയുണ്ടോ? ആ രാത്രി മുഴുവൻ നമ്മൾ ഭയപ്പെട്ട് ഉറങ്ങാതെ കഴിച്ചുകൂട്ടി. വാനരന്മാരുടെ ഉപദ്രവം കൊണ്ട് നമ്മൾ എങ്ങനെയാണ് നേരം വെളുപ്പിച്ചത്? ഇതൊക്കെ മറന്നോ? അപ്പോൾ ഗുരുവരൻ നമ്മളെ അന്വേഷിച്ചു വന്നതും നമ്മളെ കണ്ട് സന്തോഷത്തോടെ ആലിംഗനം ചെയ്തതും മറക്കാൻ കഴിയില്ലല്ലോ. നിങ്ങൾക്ക് സകല വിദ്യയും സകല ഗുണങ്ങളും ഉണ്ടായി വരുമെന്ന് നമ്മളെ അനുഗ്രഹിച്ചതും അന്ന് തന്നെയല്ലേ? ഇങ്ങനെ ആ കൂട്ടുകാർ പലതും പറഞ്ഞിരുന്ന കൂട്ടത്തിൽ ഭഗവാൻ ചോദിച്ചു, അങ്ങ് ഇങ്ങോട്ട് പോരുമ്പോൾ എനിക്ക് തരാനായി അങ്ങയുടെ പത്നി ഒന്നും തന്നയച്ചില്ലേ? എന്തെങ്കിലും തന്നയക്കാതിരിക്കില്ല. അത് ചെറുതായാലും കുഴപ്പമില്ല. ഭക്തിയോടുകൂടി തരുന്നത് കുറച്ച് തുളസി നീരായാലും ജലമായാലും ഞാൻ സ്വീകരിക്കും. എന്നാൽ ഭക്തിയോടുകൂടിയല്ലാതെ എത്ര വലുതായി എന്തു തന്നാലും എനിക്കത് സ്വീകാര്യമല്ല. ഭഗവാൻ നോക്കുന്നത് പ്രേമത്തോടെയാണോ എന്നെ സ്മരിക്കുന്നതും തരുന്നതും എന്നാണ്. ഭഗവാന്റെ വാക്കുകൾ കേട്ട കുചേലൻ തൻ്റെ കക്ഷത്തിൽ വെച്ചിരിക്കുന്ന അവിൽപ്പൊതി നാണക്കേടോർത്ത് പുറത്തെടുത്തിരുന്നില്ല. ഭഗവാന് കൊടുക്കാൻ മടിച്ചത് അതിൽ കല്ലും നെല്ലും ഉള്ളതുകൊണ്ടായിരുന്നില്ല. താനിത് ഭഗവാന് കൊടുത്താൽ ഭഗവാൻ ഇത് കഴിച്ചാൽ തനിക്ക് ഭഗവാൻ എന്തെങ്കിലും തരും. താൻ അത് കൈനീട്ടി സ്വീകരിക്കേണ്ടി വരില്ലേ? താനൊരു യാചകനായി തീരില്ലേ എന്ന് ആലോചിച്ചത് കൊണ്ടാണ് അവിൽ കൊടുക്കാൻ മടിച്ചത്. ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ പോലും ഒന്നും സ്വീകരിക്കാൻ തയ്യാറാവാത്ത ഒരാളെപ്പറ്റി ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല. അവിൽ കിളിവിച്ചാൽ ദാരിദ്ര്യം തീരും. ഒന്നും വേണ്ടാത്ത ഒരു മഹാത്മാവിൻ്റെ ചരിത്രം നോക്കൂ. ഭഗവാൻ വിചാരിച്ചു, ഈ മഹാത്മാവ് സമ്പത്തിന് വേണ്ടി ഇതിനു മുമ്പ് എന്നെ ഭജിച്ചിട്ടില്ല. ഇയാൾ എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പത്നിയെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആ അവിൽ പൊതി തട്ടിയെടുത്ത്, ഇതാണോ എനിക്ക് വേണ്ടി പത്നി കൊടുത്തയച്ചത് എന്ന് ചോദിച്ച് അതിൽ നിന്ന് ഒരു പിടി അവിൽ വാരി വായിലേക്കെടുത്തു. അടുത്ത പിടിയെടുക്കാൻ തുടങ്ങിയപ്പോൾ രുക്മിണി ദേവി തടഞ്ഞു. മനസ്സുകൊണ്ട് സുദാമാവിന് ദാരിദ്ര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഭാര്യയുടെ ദാരിദ്ര്യം തീർക്കാൻ ഭഗവാൻ നിശ്ചയിച്ചു. അങ്ങനെ അന്ന് അവിടെ കഴിഞ്ഞു. പിറ്റേ ദിവസം സുദാമാവ് പോകാനൊരുങ്ങി. പോകേണ്ടെന്ന് ഭഗവാൻ പറഞ്ഞതുമില്ല. വീട്ടിലേക്ക് നടക്കുന്നതിനെയും സുദാമാവ് ഇങ്ങനെ ചിന്തിച്ചു, ലോകേശ്വരനായ ഭഗവാന്റെ സ്ഥിതിഗതികൾ ആരെയും അതിശയിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ബ്രാഹ്മണ ഭക്തിയും അപാരം തന്നെ. സുന്ദരനായ ചെന്താമരക്കണ്ണ് മലിനവസ്ത്രധാരിയായ എന്നെ ആലിംഗനം ചെയ്തുവല്ലോ. ദേവന്മാർക്കും അസുരന്മാർക്കും എന്ന് വേണ്ട സേവിക്കുന്നവർക്കെല്ലാവർക്കും സകലവിധ ഐശ്വര്യങ്ങളും നൽകുന്നവനാണ് ഭഗവാൻ. ഞാൻ സമ്പത്ത് മോഹിച്ചു വന്നതാണ്, എന്നാൽ ഒന്നും ചോദിച്ചതുമില്ല. ഭഗവാൻ എനിക്കൊന്നും തന്നതുമില്ല. ഇനി ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ സുശീലയോട് എന്തു പറയും? എല്ലാം അറിയുന്ന ഭഗവാൻ ധനം മൂലം ഞാൻ അഹങ്കാരിയായി തീർന്നാലോ എന്ന് കരുതി കാണും. ഭക്തിയും നിഷ്ഠയും പോയാലോ എന്നും കരുതി കാണും. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഭഗവാൻ എനിക്കൊന്നും തന്നില്ലല്ലോ എന്ന പരിഭവമാവും നമുക്കാണെങ്കിൽ ഉണ്ടാവുക. ഇങ്ങനെ ഓരോന്നാലോചിച്ച് കുചേലൻ തൻ്റെ വീടിൻ്റെ പടിവാതിക്കലെത്തി. തൻ്റെ പഴയ കുടിൽ നിന്നിരുന്ന സ്ഥാനത്ത് അദ്ദേഹം കാണുന്നത് എന്താണ്? സ്വർണ്ണനിർമ്മിതമായ മണിമാളിക, മുറ്റത്ത് നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടം, ദേവേന്ദ്രൻ്റെ കൊട്ടാരത്തിന് തുല്യമായ മണിമാളിക. തനിക്ക് വഴിതെറ്റിയോ എന്ന് സംശയിച്ചു നിൽക്കുമ്പോൾ സുന്ദരിയായി പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞു നിൽക്കുന്ന ഭാര്യ പറഞ്ഞു, ഹേ മഹാത്മാൻ, നിൽക്കൂ, ഞാൻ അങ്ങയുടെ ഭാര്യയാണ്. ഇത് തന്നെയാണ് നമ്മുടെ വീട്. ഇതൊക്കെ കണ്ടപ്പോൾ സുദാമാവിന് തോന്നിയത് ഭഗവാന്റെ കാരുണ്യം
എത്ര വലുതാണ് എന്നാണ്. താൻ കൊണ്ടുചെന്ന ഒരു പിടി അവിൽ കഴിച്ചതിൻ്റെ കാരുണ്യം. ഇത് ഭഗവാന്റെ കൃപാകടാക്ഷം എന്നതിൽ സുധാമാവിന് സംശയമുണ്ടായതേയില്ല. അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ, എനിക്ക് ഇനിയും ജന്മങ്ങൾ തരൂ. അതിൽ എനിക്ക് 4 കാര്യങ്ങൾ വേണമെന്നാണ്. 1, എനിക്ക് അവിടുന്നുമായി സൗഹൃദം വേണം, സഖ്യം വേണം. എൻ്റെ സുഹൃത്തായി അവിടുന്ന് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അവിടുത്തെ ദാസനായി ഞാൻ ജീവിച്ചു കൊള്ളാം. മറ്റാരോടും എൻ്റെ ദുഃഖങ്ങൾ പറയാൻ തോന്നരുത്. ഏത് അനുഭവങ്ങളിൽ കൂടിയും കടന്നു പോകുമ്പോഴും അതെല്ലാം എൻ്റെ പ്രഭു തന്ന അനുഗ്രഹങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. എനിക്ക് മഹാത്മാവുമായി സംഗമമുണ്ടാവട്ടെ. ദാരിദ്ര്യത്തിൻ്റെ മുന്നിലും പ്രശാന്തി, സമ്പത്തിൻ്റെ മുന്നിലും പ്രശാന്തി. അതാണ് സുധാമാവ്. ഭഗവാനുമായി ജീവിതം കിട്ടിയിട്ട് നമുക്ക് ദുഃഖമുണ്ടാവേയില്ല.